വന്യമൃഗ ആക്രമണങ്ങളിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാവുകയാണ്. വയനാട്ടിൽ ഗ്രഹനാഥന്റെ മരണത്തെ തുടർന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. മാനന്തവാടി താലൂക്കിൽ മാത്രമല്ല, വയനാട്ടില് 7 പേരെ കടുവ കൊന്നു, 3 പേരെ കടുവ മൃഗീയമായി ഭക്ഷിച്ചു. മാത്രമല്ല, ആന കൊന്നത് ഇന്നത്തടക്കം 53 പേരെയാണ് വയനാട്ടില്. അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് ശക്തമായുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. വനവകുപ്പ് മന്ത്രി ഉറക്കത്തിൽ നിന്നും ഉണരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇതിലുള്ള ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കാൻ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഈ വയനാട്ടിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് എന്നും എവിടെയെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോളർ വെച്ച ആന ഈ മാനന്തവാടി ടൗണിൽ 2 ആഴ്ച മുമ്പ് വന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ആന ഇന്ന് രാവിലെ ഇറങ്ങിയതല്ല, നേരത്തെ ഇറങ്ങിയതാണ്. എങ്കിൽ പോലും കോളർ വെച്ച ആനയാകുമ്പോൾ തന്നെ നിരീക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കെ ഇത് വനപാലകരുടെയൊക്കെ അനാസ്ഥയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു മനുഷ്യജീവൻ അനാസ്ഥ കൊണ്ട് പൊലിഞ്ഞു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള തട്ടമുട്ടി പരിഹാരങ്ങൾ കൊണ്ട് ഇനി കാര്യമില്ല. പലരുടെയും മരണത്തിൽ അതുപോലെ തന്നെയാണ്. വന്ന ഒരു പ്രഖ്യാപനം നടത്തും, എന്നിട്ട് പിന്നീട് പൈസ കിട്ടിയെന്ന് ആ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടിയില്ല. ന്യായമായ നഷ്ടപരിഹാരങ്ങൾ കിട്ടുന്നില്ല. ജോലി താൽക്കാലികമായ ജോലിയല്ല, സ്ഥിരമായ ജോലി സർക്കാർ സംവിധാനത്തിൽ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനു മുമ്പും പലവട്ടം നമ്മുടെ കടുവ ആക്രമണം മൂലം മരിച്ച 2 സംഭവങ്ങൾ, അതുപോലെ തന്നെ ആന ചവിട്ടിക്കൊന്ന സംഭവങ്ങളൊക്കെ ഓരോ ദിനം പ്രതി മാനന്തവാടിയിൽ മാത്രം വയനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വന്യമൃഗ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ് മാനന്തവാടിയിലും വയനാട്ടിലും ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഭീതിയോടുകൂടിയാണ് ഇവിടുത്തെ ജനത ഓരോ ദിവസവും നേരം പുലരുന്നത്. കാരണം ഇന്ന് നേരം പുലർന്നു കഴിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്നുള്ള ഒരു ആശങ്കയോട് കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരു നാട്ടിലും ജനങ്ങളെ മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഒരു ലോകത്തില്ല. അത് ഭരണാധികാരികളുടെ വളരെ കഴിവുകേടാണ്. ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്വന്തം കുടുംബം നോക്കാൻ പറ്റാത്ത ആളുകളെ നമ്മളെങ്ങനെയാണ് കുടുംബത്തിൽ അപ്പെന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇവര് മന്ത്രിമാരാണ് അല്ലെങ്കിൽ നേതാക്കന്മാരാണെന്ന് അവകാശപ്പെടുന്നത് വളരെ അപഹാസ്യമാണ്. കാരണം സ്വന്തം ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശത്രുരാജ്യത്തു നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലായിക്കോട്ടെ വന്യമൃഗങ്ങളായിക്കോട്ടെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ നേതാവ്. അതിന് നട്ടലുള്ള ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ആളുകൾ രാവിലെ തൊട്ട് പട്ടിണി കിടക്കുന്ന ആളുകളാണ്. ഈ അപകടം ഉണ്ടായപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഈ ആളുകൾ ഇങ്ങനെ ക്ഷീണിതരായിട്ട് തടിച്ചുകൂടി നിൽക്കുന്നത്. ഞങ്ങളിത് ഉടനെ തന്നെ ഒരു ചർച്ച ചെയ്തു, അവസാനിപ്പിച്ചു, ആളെ കൊണ്ടുപോയി അടക്കി. പിറ്റേ ദിവസം വീണ്ടും ഒരു അപകടം ഉണ്ടായി, ഇങ്ങനെ വന്നു, പ്രതിഷേധിച്ചു, ചർച്ച ചെയ്തു, പോയി. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇനി ഒരാളുടെ ജീവൻ പോലും ഈ വയനാട്ടിൽ നിന്നല്ല കേരളത്തിൽ നിന്നും ഒരിടത്തു നിന്നും വന്യമൃഗങ്ങൾ എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഈ കഴിഞ്ഞ ദിവസം മാനന്തവാടി ടൗണിൽ വന്ന ആനയും ഇന്നൊരു മനുഷ്യന്റെ ജീവനെടുത്ത ആനയെല്ലാം കർണാടകയുടെ ID കോളറുള്ള ആനയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ മൂവ്മെന്റും എല്ലാം അറിയാനുള്ള എല്ലാ സംവിധാനവും കർണാടക വനം വകുപ്പിന്റെ കയ്യിലുണ്ട്. അത് കേരള വനം വകുപ്പിന് കൈമാറി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം 3-4 ദിവസമായി ഈ ആന ഈ പരിസരത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നതാണ്. അതനുസരിച്ച് ഇതിനു വേണ്ട പ്രചരണങ്ങളോ മൈക്ക് അനൗൺസ്മെന്റോ പൊതുജനങ്ങൾക്ക് ആവശ്യമായ അവയർനെസ്സോ കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കാതിരുന്നാണ് ഇന്ന് ഇത്രയും വലിയ ഒരു ദുരന്തം ഇവിടെ ഉണ്ടായിട്ടുള്ളത്.